മലപ്പുറം തിരൂരിൽ അക്ഷയ കേന്ദ്രത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്ത് വ്യാജ ആധാറുകൾ നിർമ്മിച്ചുവെന്ന് കണ്ടെത്തി. 38 വ്യാജ ആധാർ കാർഡുകളാണ് ഹാക്ക് ചെയ്ത സംഘം നിർമ്മിച്ചത്. പരിശോധനയിൽ കണ്ടെത്തിയ വ്യാജ കാർഡുകൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തു. വിരലടയാളം, കണ്ണ് ഉൾപ്പെടെയുള്ള രേഖകൾ പകർത്തിയതിന്റെ ലൊക്കേഷൻ പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരൻ സൈബർ സെല്ലിനും തിരൂർ ഇൻസ്പെക്ടർക്കും പരാതി നൽകി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി. ജംഷീർ, ഈ വിവരങ്ങൾ, ഈ ബയോമെട്രിക്സ് വിവരങ്ങൾ ഈ അക്ഷയ കേന്ദ്രത്തിനകത്ത് സെർവറിൽ തന്നെയാണോ സൂക്ഷിച്ചിരുന്നത്? അവിടെ നിന്നാണ് ഹാക്കിംഗ് നടന്നതെന്ന് ഉറപ്പാക്കിയോ? ഹലോ ജംഷീർ, കേൾക്കുന്നുണ്ടോ? ജംഷീർ, കേൾക്കാമോ? അജിംസ്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാവോ? അതായത് ഈ ബയോമെട്രിക്സ് വിവരങ്ങൾ ഈ അക്ഷയ കേന്ദ്രത്തിലെ അകത്ത് സെർവറിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഹാക്കിംഗ് നടന്നതെന്ന് സ്ഥിരീകരിച്ചോ? അത് തീർച്ചയായിട്ടും അജിംസെ, ഈ ജനുവരി 12-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. തിരൂരിലെ ആലിങ്ങലിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്ന് UID അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയ ആളുടെ ഒരു ഫോൺ കോൾ വരികയായിരുന്നു. ഈ അക്ഷയയിലെ ആധാർ മെഷീന് 10,000 എൻറോൾമെൻറ്റ് പൂർത്തിയായതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു കോൾ വന്നത്. തുടർന്ന് എനിഡെസ്ക് എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ ഇവർ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ എനിഡെസ്ക് കണക്ട് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ പരിശോധനയുടെ ഭാഗമായി ഒരാളുടെ ആധാർ എൻറോൾ നടത്താൻ ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ചെയ്തതോടെ ഈ അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തി വിളിച്ചാൽ എല്ലാം ശരിയായിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ജോലി തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിഡെസ്ക് കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു. ഈ സമയത്തിനിടെ ഈ തിരൂരിലെ ഈ പറയപ്പെടുന്ന അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് തട്ടിപ്പുകാർ ആവശ്യമുള്ള ഡേറ്റ കയറ്റിവിട്ടു എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. 38 ആധാർ കാർഡുകളാണ് ഇപ്പോൾ ഹാക്ക് ചെയ്ത് ഇവർ സൃഷ്ടിച്ചു എടുത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ജനുവരി 12-നാണ് ഈ തട്ടിപ്പ് നടന്നത് എങ്കിലും ജനുവരി 25-നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ പരിശോധനയിൽ ഓരോ ആധാർ കാർഡ് ജംഷീർ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അതായത് ഹാക്കിംഗ് ആണോ നടന്നത്, അതല്ല ഈ ഫോൺ വഴി വിളിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത്? ഫോൺ വിളിച്ച് എനിഡെസ്ക് ഉപയോഗിച്ച് സിസ്റ്റം ആക്ട് ചെയ്ത് നടത്തി എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. കാരണം ഇതിന്റെ പരിശോധനയിൽ, അതായത് ഈ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയിൽ ഈ ആധാർ കാർഡുകളിലെ വിരലടയാളവും കണ്ണും പകർത്തിയത് ഗുണനിലവാരം ഇല്ലാത്ത രീതിയിലാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഈ സംശയത്തെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിലെ ഈ വിരൽ അടയാളവും അതുപോലെ തന്നെ ഈ കണ്ണ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തത് ഈ മലപ്പുറത്തെ ഈ ആലിങ്ങലിലുള്ള, അതായത് തിരൂരിലുള്ള ആലിങ്ങലിലുള്ള ആധാർ മെഷീനിലാണെന്നും, എന്നാൽ ക്ഷമിക്കണം, അതായത് ഈ ആധാർ കാർഡ് ഇവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ പോലും ഇതിലെ വിരലടയാളവും കണ്ണും ഉൾപ്പെടെ പകർത്തിയിരിക്കുന്ന ലൊക്കേഷൻ മറ്റു സംസ്ഥാനം, അതായത് പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. തിരൂരിലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ്